ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വാട്ടർ സെപ്പറേറ്റർ എങ്ങനെ വീട്ടിൽ തന്നെ നിർമ്മിക്കുക എന്നുള്ളതാണ്. അത് പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ, സ്പ്രേ പെയിൻറ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ തലവേദനയാണ് ഈ ഗണ്ണിലൂടെ വെള്ളം വരുന്നൊരു വിഷയം. കംപ്രസ്സായിട്ടുള്ള വെള്ളം ഗണ്ണിലൂടെ പുറത്തേക്ക് വരും പെയിൻ്റ് അടിക്കുന്ന സമയത്ത്. ഇപ്പം നമ്മൾ എക്കോസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ബോണറ്റ് അത് പെയിൻ്റ് അടിക്കുകയാണ്. ഇതിപ്പം ഫസ്റ്റ് കോട്ട് കഴിഞ്ഞ് ക്ലിയർ അടിക്കാനും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ സെപ്പറേറ്റർ. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്. നല്ല വർക്കിംഗ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. കറക്റ്റായിട്ട് വെള്ളം സെപ്പറേറ്റ് ആയിട്ട് താഴോട്ട് വരും. പിന്നെ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് വരുന്നില്ല. കൂടാണ്ട് നമ്മൾ ഗണ്ണിൽ ഇത് നമ്മൾ പൊട്ടുന്നെടുത്ത കംപ്രസർ, അതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടതിന് ചൈനേൻ്റെ കംപ്രസറാണ്, ഞാൻ കാണിക്കാം. പണ്ട് ഒരു 10 വർഷം മുന്നേ എടുത്ത ഗണ്ണാണ്. ഇതിൻ്റെ നോസിലും ഇത് ഹെഡും ഇപ്പോൾ ചേഞ്ച് ചെയ്താണ്, ഹോൾ വലുതായിട്ട്. ഇപ്പോൾ ഇത് നമ്മൾ ക്ലിയർ എടുക്കില്ല. നമ്മളിപ്പോൾ ഫസ്റ്റ് കോട്ട് പ്രൈമർ അങ്ങനത്തെ സാധനമൊക്കെയാണ്. ഇത് സെപ്പറേറ്റർ അല്ലാണ്ട് തന്നെ നമ്മൾ മേടിച്ചത്. പക്ഷേ ഇതുണ്ടായിട്ടും കാര്യമില്ല, നല്ല വെള്ളം അതിൻ്റെ അകത്ത് കൂടി വരും. ഇത് വേഗം ഫില്ലാവും. അപ്പോൾ ഇതിൽ വരുന്ന വെള്ളം ഇതാണ് ഇതിൻ്റെ ഇന്ന് കൊടുത്തത്. എങ്ങനെയാണ് ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള പൈപ്പ് എടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പുതിയത് ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടി ഗേജ് കൂടിയ പൈപ്പും നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പും നല്ല ഗമ്മും ഉപയോഗിക്കണേ, എന്നാലേ ഉള്ളത് നിൽക്കുകയുള്ളൂ. ഒരു 100 PSI ഒക്കെ വരെ ഇതിൽ താങ്ങുന്നുണ്ട്. കുഴപ്പമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ കംപ്രസറിൽ നിന്ന് വരുന്ന ഇന്ന് കൊടുത്തത് ഇവിടെ ഒരു പിച്ചളേൻ്റെ ഇത് വെച്ചിട്ട് 1/2 ഇഞ്ച് പൈപ്പിലേക്ക് കൊടുത്ത്, 1/2 ഇഞ്ച് പൈപ്പിൽ നിന്ന് നേരെ 1.5 ഇഞ്ച് പൈപ്പിലേക്ക് കൊടുത്ത്, അവിടുന്ന് ടീ ഇട്ടത്. ഇവിടെ എന്ന് വെച്ചാൽ ടീ എന്തായാലും വേണം, എൽബോ ഇടരുത്. ഇവിടുന്ന് എയർ സർക്കുലേറ്റ് ആയിട്ട് വേണം ഈ ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ചിലേക്ക്, എന്നാലേ ഉള്ളൂ വെള്ളം കറക്റ്റ് സെപ്പറേറ്റ് ആവുള്ളൂ. പിന്നെ അതേപോലെ നമ്മളെന്ത് ചെയ്ത് ഇവിടെ അത് വന്നിട്ട് ഇതിൽ ഡ്രെയിൻ ഔട്ട്, ഇത്രയും വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇത്രയും ആവാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഡെയിലി ഒരു 1.5 വെള്ളം ഒഴിവാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ അത് വെള്ളം ഉണ്ടാവും. ഇന്നലെ അടിച്ച പെയിൻറ്റിൻ്റെ വെള്ളം ഇതിലുണ്ടാവും. പെയിൻറ്റിൻ്റെ അല്ല, പെയിൻറ്റ് അടിച്ചതിൻ്റെ എയർ കൂടെ വരുന്ന വെള്ളം ഇതിലുണ്ടാവും. അപ്പോൾ അത് നേരെ ഇങ്ങോട്ട് 1/2 ഇഞ്ചിലേക്ക് കൊടുത്ത് പിന്നെ അത് 1.5 ഇഞ്ചിലേക്ക് കയറണം. കയറി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വാൽവ്, ഇത് സെപ്പറേറ്റർ ഉണ്ട്, അതായത് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള. ഈ വാൽവ് തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ വെള്ളം കൂടെ പോരും. പിന്നെ അത് നേരെ ഇങ്ങനെ പോയിട്ട് പിന്നെ അത് ഇവിടെ ടീ കൊടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ടീ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ നേരെ 1/2 ഇഞ്ച് കൂടി പിന്നെ 1.5 ഇഞ്ചിലേക്ക് കയറി. അത് അങ്ങനെ 4 സെക്ഷൻ, അതായത് 1 മീറ്ററിലാണ് നമ്മൾ ഈ മുകളിലേക്കുള്ള ഇത് കൊടുത്തത്. താഴോട്ട് ഒരു 15 സെൻറ്റിമീറ്ററിനൊക്കെ പൈപ്പ് ഇട്ട് കൊടുത്താൽ മതി. വേണമെന്നില്ല. കൂടുതൽ കുറച്ചുകൂടി കൂട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. ഷോവർ കൂട്ടേണ്ട ആവശ്യമില്ല ഇവിടെ. അങ്ങനെ 4 സെപ്പറേറ്റ് വാൽവ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് നേരെ ഔട്ട് പോയിട്ട് നേരെ നമ്മളെ ഗണ്ണിലേക്ക് പോകുന്ന വാൽവാണിത്. നേരെ നമ്മളെ ഗണ്ണിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ഗണ്ണ് നമ്മൾ ക്ലിയർ അടിക്കാൻ വേണ്ടിയിട്ട് മറ്റേത് ക്ലിയറിന് ചെറിയൊരു ഇത് വന്നപ്പോൾ, അടിക്കുമ്പോൾ പ്രശ്നം വന്നപ്പോൾ ക്ലിയർ അടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഈ ക്ലിയറിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. പിന്നെ ലാസ്റ്റ് കോട്ടൊക്കെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ നമ്മളെ ചൈനേൻ്റെ കംപ്രസർ കാണിച്ചു തരാം. ഇതിൽ വെള്ളം കുറവായിട്ട് വരിക, അധികം വെള്ളം വരില്ല. ചൈന കംപ്രസർ നല്ലോണം ചൂടാവും. ഹീറ്റ് ആയതുകൊണ്ട് എന്താ വെച്ചാൽ നല്ല വെള്ളം വരും. നല്ല വെള്ളം വരുന്ന പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൈന കംപ്രസർ അത് ചെറിയ ടാങ്കാണ് ഉള്ളത്. കുറച്ചുകൂടി മിനിമം ഒരു 50 ലിറ്ററെങ്കിലും ടാങ്ക് മേടിക്കുക, പെയിൻ്റ് അടിക്കാനുള്ള ആവശ്യത്തിനാണെങ്കിൽ. അത് വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഈ മറ്റേ ഇത് കാണിച്ചത് ചൈന കംപ്രസർ നമ്മൾ ആദ്യമുള്ള കുറേ മുന്നേ മേടിച്ച കംപ്രസറാട്ടോ, നല്ല വർക്കിംഗ് ഉണ്ട്. ഇതാണ് നമ്മൾ ചൈനൻ്റെ കംപ്രസർ. 5-8 വർഷം മുന്നേ മേടിച്ച കംപ്രസറാണ്. പെയിൻറ്റിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിച്ചു. 9 ലിറ്ററേ ഉള്ളൂ. പക്ഷേ ഇതിൽ അത്യാവശ്യം എയറുണ്ട്. പിന്നെ നമ്മൾ ചൈനൻ്റെ കംപ്രസർ ആകുമ്പോൾ ഇത് 2 സെപ്പറേറ്റർ കൊടുത്തിന്. ഇത് ഓയിലും ഫിൽറ്ററാവുന്നുണ്ട്, പക്ഷേ വെള്ളം നാലും വരും. നമ്മൾ ആ സാധനം സെറ്റ് ചെയ്തതിന് ശേഷമാണ് വെള്ളം വരുന്നത് തീരെ നിൽക്കുന്നത്. നല്ല ഡ്രൈ എയറാണ് നമ്മളെ ഇതിലേക്ക് വരുന്നത്, ഗണ്ണിലേക്ക്. തീരെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. പിന്നെ ഡ്രെയിൻ ഔട്ട് ഉണ്ട്, അതിടയ്ക്ക് ഔട്ടാക്കി കൊടുക്കുക. അതേപോലെ നമ്മൾ പുതിയ എടുത്ത ഗണ്ണ് HVLP ഗണ്ണാണ്. അതെന്താ വെച്ചാൽ ഒരു ചെറിയൊരു ഇതുള്ളത് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ചൈനേൻ്റെ ചെറിയ കംപ്രസറിൽ ഇതിന് വേണ്ട എയർ കറക്റ്റ് കിട്ടില്ല. ഇത് കുഴപ്പമില്ല, ഇത് പാലറ്റിൻ്റെ ഗണ്ണാണ്. എത്രയോ വർഷമായി. പാലറ്റ് എപ്പോൾ വേണം റിപ്പയർ ചെയ്ത് പിന്നെയും പുതിയ പോലെ ആക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇതിന് കുറച്ച് എയർ മതി. LVLP ഗണ്ണാണ് വരുന്നത്.
അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കംപ്രസറിൽ ഇനി കുഴപ്പമില്ല. പക്ഷേ നമ്മളെ ഇതിലേക്ക് വരുമ്പോൾ മറ്റേ കംപ്രസർ പോരായി വന്നിട്ടുണ്ട്. അപ്പോൾ എയർ കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വേണം അടിക്കാൻ. ഇതിലാണെങ്കിൽ നമ്മൾ ഈ ടൈപ്പ് ബെൽറ്റ് എടുക്കുകയാണെങ്കിൽ 2 ഹെഡുള്ള എടുക്കുക. അത് നമ്മൾ ഒരു ഹെഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ മറ്റേ സാധനം എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് കംപ്രസർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഇതെടുക്കുക. ബെൽറ്റ് ആണെങ്കിൽ 2 ഹെഡുള്ള എടുക്കുക. മറ്റേതാണെങ്കിൽ CFM കൂടിയത് എടുക്കുക. മിനിമം ഒരു 10 CFM എങ്കിലും കൂടിയെടുക്കുക. പിന്നെ ടാങ്ക് ഒരു 50 ലിറ്ററിൻ്റെ ടാങ്ക് മിനിമം എടുക്കാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറേയൊക്കെ ഇതും വെള്ളവും കുറഞ്ഞിട്ടും വാട്ടറിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞിട്ടും പിന്നെ ടാങ്കിൽ കുറേ സ്റ്റോർ ചെയ്യും എയർ. അങ്ങനെ ഗുണങ്ങളുണ്ട്. അങ്ങനെ ശ്രമിക്കുക എടുക്കാൻ. പിന്നെ ഗണ്ണെടുക്കുമ്പോൾ പൈലറ്റ് കുഴപ്പമില്ല, ഒരു ആവശ്യത്തിന്. പിന്നെ കുറച്ചുകൂടി വലിയ വണ്ടിയും പിന്നെ അതേപോലെ ക്ലിയറൊക്കെ ഒന്നും കൂടി ഫിനിഷിങ് കിട്ടണമെങ്കിൽ HVLP ഗണ്ണ് നല്ലത് നോക്കിയെടുക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വെള്ളം എത്ര ഉണ്ടെന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക. 2 ദിവസം അടിച്ചതിൻ്റെ വെള്ളം അത് പോയി ടെസ്റ്റ് ചെയ്യാം. അളവിൻ്റെ ഒരു ഇതെടുത്തിരിക്കുന്നു, പിന്നെ നോക്കാം ജസ്റ്റ്. അപ്പോൾ വീഡിയോ ഞാൻ തന്നെ പിടിച്ചെടുക്കുന്നതിനെ കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. വെള്ളം ഉണ്ടോ എന്നുള്ള അറിയില്ല. അത്രയും വെള്ളം ഫസ്റ്റത്തെ വാൽവ് സ്റ്റോർ ചെയ്ത് ഇങ്ങോട്ട് കുറഞ്ഞ് വരിക കേട്ടോ ചെയ്യാം. ഈ വെള്ളം 2 ദിവസത്തെ വെള്ളമാണ്. 2 ദിവസം എന്ന് പറഞ്ഞാൽ ആ കുറച്ച് സമയം അടിച്ച വെള്ളമാണ്. ഇത് രണ്ടാമത്തെ സെപ്പറേറ്റർ കൊടുത്തതിലുള്ള വെള്ളമാണ്. ഇപ്പോൾ ഇത്രയും വെള്ളം 1 ദിവസം കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കറക്റ്റ് സെപ്പറേറ്റ് ആവും കേട്ടോ. ശരിക്കണം ഇവിടെ ഉള്ള ഇതെടുത്തതിനെ കൊണ്ടുള്ളൊരു ഇതുണ്ട്. അങ്ങനെ വേണേ ലാസ്റ്റത്തെ വാൽവാണ്. ഇതിൽ വെള്ളം കുറവായിരിക്കും ഉണ്ടാവുക, കുറച്ച് വെള്ളം. ഇതൊരു 50 ml വെള്ളം ഉണ്ടാവേണ്ടതാണ് എനിക്ക് തോന്നുന്നു. ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഇത്രയും ഉണ്ടാവില്ല. 4-5 മണിക്കൂർ പെയിൻ്റ് അടിച്ചതിൻ്റെ ഒരു വെള്ളമാണ്. ഇപ്പോൾ ഒരു 50 മില്ലി ലിറ്ററല്ല 50 മില്ലി കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് സെപ്പറേറ്റ് ആവും. ഇത് നിങ്ങൾ എല്ലാവരും ഇനി വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. എൻ്റെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ എന്നാൽ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.